കെ.ടി. അബ്ദുറഹ്മാൻ TMC വക്താവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ കെ.ടി. അബ്ദുറഹ്മാൻ, മത്സരിക്കാൻ അൻവർ തീരുമാനിച്ചു, അത് പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് എന്നും ഉറപ്പാണ്. ഈ മത്സരിക്കുന്നത് ജയിക്കാനാണ് എന്ന് അൻവർ പറയുന്നുണ്ട്. ജയിക്കുമെന്ന പ്രത്യാശ നിങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ ഒരു സ്പോയിലറായി അൻവർ മാറുന്ന ഒരവസ്ഥ അൻവർ തന്നെ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയത്തിന് എത്രമാത്രം ഗുണകരമായിരിക്കും? അദ്ദേഹം പിണറായിസത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ രംഗത്ത് വന്നതെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരുപാട് ഇസങ്ങളോട് ഏറ്റുമുട്ടുകയാണ്. താൻ തന്നെ സ്വയം ഒരു അൻവറിസമായി മാറുകയാണ്. ഇതിൻ്റെ ഒരു പരിണിതി എന്താവും? കെ.ടി. അബ്ദുറഹ്മാനിലേക്ക് വരാം. അദ്ദേഹത്തിന് ഓഡിയോ കണക്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇവിടെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു മുൻ കേരള കോൺഗ്രസ്സുകാരനാണ് അവർ സ്ഥാനാർത്ഥിയായി കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ ഈ പറയുന്ന അൻവറുമുണ്ട്. വലിയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല കഴിഞ്ഞ തവണ അൻവർ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചത്. അപ്പോൾ പോലും ഈ കണക്കുകൾ നിങ്ങളെ ആശങ്കാകുലരാക്കുന്നില്ലേ? രാഷ്ട്രീയ കാര്യങ്ങളിൽ നല്ലതുപോലെ നിലപാട് സ്വീകരിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലമെന്ന് അതിൻ്റെ പഴയകാല ചരിത്രങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ കാണാം. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് അൻവർ ഉന്നയിച്ച വാദങ്ങളെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നാണല്ലോ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. യഥാർത്ഥത്തിൽ അൻവർ ഉന്നയിച്ച വാദങ്ങൾ മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെ അതിന് വല്ല ഔദ്യോഗികമായിട്ട് അന്വേഷണം നടന്നു, ആ കാര്യങ്ങൾ വല്ല തീരുമാനമുണ്ടായി. അൻവർ പറഞ്ഞതിൽ ഒരു കഴമ്പുമില്ല എന്ന് കേരളത്തിനാകെ ബോധ്യം വന്നിട്ടുള്ള ഒരു നിലയിലെ പിന്നീടുണ്ടായത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്വരാജിനെ സംബന്ധിച്ച് സ്വരാജ് ഒരു സംഭവമാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച കാണാം. അദ്ദേഹം വളരെ കരുത്തനായ ഒരു നിയമസഭാ സാമാജികനായിരുന്നു. വളരെ ആളുകളെ വലിയ നിലക്ക് ആകർഷിക്കുന്ന ഒരു പ്രഭാഷകനാണ്, പ്രാസംഗികനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിൻ്റെ സമാരാധ്യനായ നേതാവാണ്. നല്ലതുപോലെ ആളുകൾക്കെല്ലാം ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസിൻ്റെ അനൂപിനുമായിട്ട്. ഇവിടെ LDFിൻ്റെ കഴിഞ്ഞ 9 കൊല്ലക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണനയങ്ങളും 5 കൊല്ലക്കാലമുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭരണനേട്ടങ്ങളിൽ വെച്ചുകൊണ്ട് മത്സരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ സന്നദ്ധമാണ്. കാരണം ഞങ്ങൾക്കറിയാം ആ ഗവൺമെൻറ്റിനേക്കാൾ ഒരു 100 ഇരട്ടി മികച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് LDFിൻ്റെ ഗവൺമെൻറ് എന്ന് കൃത്യമായി തെളിയിക്കാൻ ഞങ്ങളെ സംബന്ധിച്ച് സാധിക്കും. പിന്നെ അൻവർ ഒരു പ്രശ്നമേ അല്ല, നിങ്ങൾക്ക് അതൊരു ഫാക്ടറേ അല്ല എന്ന് പറയുന്ന അദ്ദേഹത്തോട് ഞാൻ ചോദിക്കട്ടെ, പിന്നെ നിങ്ങൾ എന്തിനാ ഇന്നലെ ഒരാളെ രാത്രി തലയിൽ മുണ്ടിട്ട് ചർച്ച ചെയ്യാൻ അങ്ങോട്ടേക്ക് അയച്ചത്? അൻവർ ഞങ്ങളുടെ ഭാഗമാണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. പഴയ നമ്മുടെ KPCC അധ്യക്ഷൻ അൻവർ ഞങ്ങളിന്ന് വിട്ടുപോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? 2 ദിവസക്കാലം കൊണ്ട് UDFിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ അൻവർ മാറുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്തിൻ്റെ മേലെയാ? അവസാന നിമിഷം വരെ അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം എന്താ? അൻവർ ഒരു ഫാക്ടറൽ ലൈറ്റാണോ? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, അൻവറും നിങ്ങളും ചേർന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു വലിയ കൂട്ടുകെട്ടിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ആകെ തന്നെ UDF ചെലവഴിച്ചതിന് വേണ്ടിയാ? അൻവറിന് വേണ്ടിയല്ലേ? അൻവറിൻ്റെ വാദമുഖങ്ങൾ അതിനെ പൊലിപ്പിച്ച് കാണിക്കാനല്ലേ? അപ്പോൾ നിങ്ങൾ UDF എന്നുള്ളതിലേക്ക് ആരംഭിച്ചിരിക്കുന്ന ഒരു സമരം ഒരു ഘട്ടമെത്തിയപ്പോൾ പിളർന്നു പോയിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി ഒരു കാരണവശാലും ജയിക്കില്ല. അൻവറിൻ്റെ വാക്ക് വേദവാക്കാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും UDFിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹത്തെ ലീഗ് പിന്തുണക്കാൻ പോകുന്നില്ല, കോൺഗ്രസിനകത്ത് ഒരുപറ്റം ആളുകൾ പിന്തുണക്കാൻ പോകുന്നില്ലെന്ന് അവർക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജാള്യത, നിങ്ങളുടെ ഉത്കണ്ഠ, അതെല്ലാം കൃത്യമായിട്ട് അവിടെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും, കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നല്ല ഭയപ്പാടിലാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് ഒടുവിലത്തെ 24ാമത്തെ മണിക്കൂറിലും എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കൂടെ നിർത്താൻ വേണ്ടി കഴിയുമോ എന്ന ശ്രമം നിങ്ങൾ നടത്തിയത്. പിന്നെ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്നല്ലാതെ വേറെ എന്താ പറയുക? അതിപ്പോൾ പറയുന്നു എന്ന് മാത്രമേ അതിനകത്തുള്ളൂ.